ചെറിയ ചെറിയ കേസുകളുണ്ട്, 10-26 കേസുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ജാമ്യം കിട്ടിയിട്ട് 5,000-10,000 ഇല്ലാത്തതുകൊണ്ട് വിഷമിക്കുന്നവരാണ്. അങ്ങനെ 10-26 പേര് എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു അത് നമുക്ക് പരിഹരിക്കാം, അതിനുള്ള ഒരു സമയത്തിന് വേണ്ടി ഒരു ദിവസം കൂടെ നിന്നേ ഉള്ളൂ. ഇറങ്ങേണ്ടത് തീരുമാനിച്ചിട്ടില്ല. കുറച്ച് പേർക്ക് ജാമ്യം കിട്ടിയവരെ പൈസ ഇല്ലാത്തതുകൊണ്ട് അവർക്കുള്ള ഒരു പൈസ അറേഞ്ച്മെന്റ്സ് ചെയ്യാൻ വേണ്ടി. എന്നാൽ അഭിഭാഷകൻ ഇങ്ങനെയായിരുന്നില്ല 24 പ്രതിനിധി ശ്യാംകുമാറിനോട് പറഞ്ഞത്. ആ അഭിഭാഷകന്റെ അഭിപ്രായത്തിലേക്ക്. ഓർഡർ നമുക്ക് കിട്ടാൻ കുറച്ച് വൈകി. അവിടെ നിന്ന് കോടതിയിൽ നിന്ന് കിട്ടിയതിന് ശേഷം ഇവിടെ എത്തുമ്പോൾ ട്രാഫിക്കിൻ്റെ ഒരു ചെറിയ പ്രശ്നമുള്ളത് കൊണ്ടാണ് ഇവിടെ എത്താൻ കുറച്ച് വൈകിയത്. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ സമയം കഴിഞ്ഞു പോയി. അപ്പോൾ എന്തുകൊണ്ട് എത്തില്ല എന്ന് ജസ്റ്റ് ഒന്ന് ചോദിച്ചുള്ളൂ. ഇപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ ഇറങ്ങാം എന്നാണ് പറയുന്നത്. ശ്യാംകുമാർ നമുക്കൊപ്പം ജില്ലാ ജയിലിന് മുന്നിൽ നിന്ന് ചേരുന്നു. ശ്യാംകുമാർ പറയൂ. SKN ഏതായാലും ബോബി ചെമ്മണ്ണൂർ ജയിൽ മോചിതനായിരിക്കുന്നു. ബോബി ചെമ്മണ്ണൂരിനെ ഇവിടെ നിന്ന് കൊണ്ടുപോവുകയും ചെയ്തിരിക്കുന്നു. നേരത്തെ അഭിഭാഷകൻ നമ്മളോട് പറഞ്ഞതിന് നേരെ വിരുദ്ധമായ കാര്യങ്ങളാണ് അദ്ദേഹം നേരിട്ട് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞത്. അതായത് ഇന്നലെ ജാമ്യ ഉത്തരവ് കയ്യിൽ ലഭിക്കാനായിട്ട് താമസിച്ചു, ബ്ലോക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ജയിലിലേക്ക് എത്താൻ താമസിച്ചത്. ഇന്ന് അതിൻ്റെ വിശദീകരണം കൊടുത്തതോടുകൂടി ബോബി ചെമ്മണ്ണൂരിനെ ജയിലിൽ നിന്ന് വിട്ടയക്കും എന്നുള്ളതായിരുന്നു അഭിഭാഷകൻ നമ്മളോട് പറഞ്ഞത്. എന്നാൽ ബോബി ചെമ്മണ്ണൂർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പറഞ്ഞത് ഇന്നലെ ആ ജയിൽ മോചിതനാകാൻ ഉള്ള ഉത്തരവ് വന്നപ്പോൾ ജയിലിൽ ജാമ്യം കിട്ടിയിട്ടും സാങ്കേതിക കാരണങ്ങളാൽ പുറത്തിറങ്ങാൻ കഴിയാത്ത ആളുകൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് താൻ ജയിലിൽ തുടർന്നു എന്നുള്ളതാണ് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞത്. അത് അഭിഭാഷകൻ പറഞ്ഞതിന് നേരെ വിരുദ്ധമായ കാര്യം കൂടിയാണ്. ഏതായാലും ഇന്നലെ ഈ ജയിലിന് മുന്നിലുണ്ടായ ആരാധകരെന്ന് അവകാശപ്പെട്ടു വന്ന ആളുകൾ ഉണ്ടാക്കിയ ശല്യം അതെന്തായാലും ഇന്ന് ഹൈക്കോടതി ഉൾപ്പെടെ പരിഗണിച്ചിട്ടുണ്ട്. അത്തരം ആളുകൾ ഇവിടെ ഇന്നലെ കാട്ടിക്കൂട്ടിയതൊക്കെ കോടതിയുടെ മുന്നിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ ജയിലിന് മുന്നിൽ പടക്കം പൊട്ടിച്ച് സ്വീകരിക്കാൻ പോലുമുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാക്കിയിരുന്നു. കോടതി ഉത്തരവിൽ എന്തു പറഞ്ഞോ അതിന് വിരുദ്ധമായ കാര്യങ്ങളായിരുന്നു, ജാമ്യ ഹർജിക്ക് എതിരായ കാര്യങ്ങളായിരുന്നു ഇന്നലെ ഇവിടെ അരങ്ങേറാനുണ്ടായിരുന്നത്. അത്തരത്തിലുള്ള ആളുകളാണ് ഇവിടെ തടിച്ചുകൂടുകയും ചെയ്തിരുന്നത്. അവരിൽ ചിലരൊക്കെ ഇന്നിപ്പോൾ ജയിലിന് പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ അവരെത്തുമ്പോഴേക്കും ബോബി ചെമ്മണ്ണൂരിനെ ഇനിയൊരു കേസിൽ കുടുക്കി ജയിലിലിടാൻ ആക്കാത്ത രീതിയിൽ ബോബി ചെമ്മണ്ണൂരിൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ രക്ഷപ്പെടുത്തി കൊണ്ടുപോയിട്ടുണ്ട്. ആ ആളുകളൊക്കെ ഇന്നും ജയിലിന് മുന്നിലേക്ക് ഇപ്പോൾ എത്തി തുടങ്ങിയിട്ടുണ്ട്. അതിനു മുമ്പ് ബോബി ചെമ്മണ്ണൂരിനെ കൊണ്ടുപോവുകയും ചെയ്തു. ആരാധകരെന്ന് അവകാശപ്പെട്ട ആളുകൾ ഉണ്ടാക്കിയ ശല്യമാണ് ഇന്ന് ബോബി ചെമ്മണ്ണൂരിന് വീണ്ടും ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടിയായത്. ഏതായാലും ആ ആളുകൾ എത്തുന്ന മുമ്പ് ബോബി ചെമ്മണ്ണൂരിൻ്റെ ജാമ്യ ഉത്തരവ് കോടതി ജയിലിൽ എത്തിക്കുകയും ബോബി ചെമ്മണ്ണൂരിനെ ജയിലിൽ നിന്ന് അവരുടെ ബന്ധുക്കളും ജീവനക്കാരും ചേർന്ന് ഇവിടെ നിന്ന് കൊണ്ടുപോവുകയും ചെയ്തു. SKN. താങ്ക് യു ശ്യാംകുമാർ. അശ്വിൻ പാലാഴി കൂടി നമുക്കൊപ്പം ചേരുകയാണ് ജില്ലാ ജയിലിന് മുന്നിൽ നിന്ന്. പറയൂ അശ്വിൻ. SKN എന്തായാലും ഇനി തുടർ നീക്കങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബോബി ചെമ്മണ്ണൂർ എന്തായാലും ഇപ്പോൾ എവിടേക്ക് പോയി എന്നടക്കം ശ്രദ്ധേയമാണ്. 10:15 ഇന്ന് രാവിലെ ഹൈക്കോടതി പ്രത്യേകമായി പരിഗണിക്കുന്ന കേസ് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുന്നുണ്ട്. അതിൽ ഇന്നലെ നടന്ന സംഭവങ്ങളിൽ അഭിഭാഷകരടക്കം ഒരു വിശദീകരണം നൽകേണ്ടി വരും. ഇന്നലെ ബോച്ചയുടെ ആരാധകരൊപ്പം അദ്ദേഹത്തിന്റെ വിവിധ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളൊക്കെയാണ് ബോബി ചെമ്മണ്ണൂരിനെ സ്വീകരിക്കാൻ വേണ്ടി, അദ്ദേഹത്തിന്റെ ജയിൽ മോചനം ഉണ്ടായാൽ ബോബിയെ സ്വീകരിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിരുന്നത്. ഇന്നലെ ഉണ്ടായ ചില സംഭവങ്ങൾ കൂടിയുണ്ട്. മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇവിടെ എത്തിയ ആളുകൾ നൽകിയ ചില പ്രതികരണങ്ങൾ അതൊക്കെ ഒരു തരത്തിൽ അതിരുവിട്ടതാണ് എന്നുള്ളതാണ് കോടതി ഒരുപക്ഷെ നിരീക്ഷിച്ചിട്ടുണ്ടാവുക. അതിൽ കോടതിക്കെതിരെ പോലും കോടതിയുടെ നടപടികൾക്കെതിരെ പോലും രൂക്ഷമായ വിമർശനം ചിലർ ഉന്നയിച്ചിരുന്നു. ഒപ്പം ഒരു ജയിലിന് മുന്നിൽ ഇങ്ങനെ ആൾക്കൂട്ടം ഉണ്ടാവുക, ഒരു കേസിലെ പ്രതിയെ സ്വീകരിക്കാൻ ഇങ്ങനെ ആൾക്കൂട്ടം ഉണ്ടാവുക എന്നതൊക്കെ കോടതി പ്രത്യേകമായി നിരീക്ഷിച്ചിട്ടുമുണ്ടാകാം. 10:15 ആ കേസിൽ വീണ്ടും പരിഗണിക്കുമ്പോൾ അതിലൊരു വിശദീകരണം നൽകേണ്ടി വരും. അതിൽ കോടതി എന്താണ് തുടർ നടപടിയായി സ്വീകരിക്കുക എന്നുള്ളതും ഈ കേസുമായി ബന്ധപ്പെട്ട ശ്രദ്ധേയമായ കാര്യമാണ്. നിലവിൽ എന്തായാലും ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകർ അല്പസമയത്തിനുള്ളിൽ തന്നെ ഹൈക്കോടതിയിലെത്തും. അതിനുശേഷമാകും ഇതിൽ തുടർ നടപടികൾ ഏതു വിധത്തിൽ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ പരിഗണിക്കുക. എന്തായാലും നിലവിൽ ജയിലിൽ എല്ലാ നടപടികളും പൂർത്തിയാക്കി ജയിൽ അധികൃതർ ആദ്യം തന്നെ ജയിൽ വാർഡൻ എത്തിയ ശേഷമാണ് എന്താണ് ഇന്നലെ ജാമ്യാപേക്ഷ എത്തിക്കാൻ വൈകിയത് എന്ന വിഷയത്തിൽ ഒരു വിശദീകരണം ചോദിച്ചത്. അത് ബോബി ചെമ്മണ്ണൂരിനൊപ്പം ഉണ്ടായിരുന്ന ആളുകൾ, ഒപ്പം അദ്ദേഹത്തിന്റെ അഭിഭാഷക അസോസിയേറ്റ്സിന്റെ പ്രതിനിധികൾ ഉണ്ടായിരുന്നു. അവരത് ഒരു വെള്ള പേപ്പറിൽ എന്താണ് ഇന്നലെ ഉണ്ടായത് എന്നുള്ള ഒരു കാര്യം എഴുതി നൽകുകയും ചെയ്തു. രേഖാമൂലമാണ് ജയിൽ വാർഡൻ അത് എഴുതി നൽകിയത്. അതിൽ
ഇന്ന് അതിൽ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ അഭിഭാഷകന്റെ പ്രതികരണം പോലെ തന്നെ ഇന്നലെ സമയം കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ എത്തിയത് എന്നുള്ളൊരു വിശദീകരണമാണ് നൽകിയത്. അതിനപ്പുറത്തേക്ക് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞ കാര്യങ്ങളൊന്നും, അതായത് ജയിലിൽ ഇപ്പോഴും കിടക്കുന്ന തടവുകാർക്ക് വേണ്ടി താൻ ഒരു ദിവസം കൂടി നിൽക്കുകയാണ്, അവർക്ക് ജാമ്യ ബോണ്ടായി കെട്ടിവെക്കേണ്ട പണം സമാഹരിക്കുന്നത് വരെ ജയിലിൽ ഉണ്ടാകും എന്നടക്കമുള്ള കാര്യങ്ങളാണ് ബോബി ഇന്നലെ അഭിഭാഷകരെ അറിയിച്ചത്. അതൊന്നും വിശദീകരണ കുറിപ്പിലില്ല. സാങ്കേതികമായ കാരണങ്ങൾ മാത്രമാണ് ഈ വിശദീകരണ കുറിപ്പിൽ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും അത് നൽകിയതിന് തൊട്ടു പിന്നാലെ തന്നെ മറ്റ് നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കി ബോബി ചെമ്മണ്ണൂർ ജയിൽ മോചിതനായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ രണ്ടുപേർ, അഭിഭാഷകനും ഒപ്പം ബോബി ചെമ്മണ്ണൂർ മാധ്യമങ്ങൾക്ക് മുന്നിൽ നൽകിയ പൊരുത്തക്കേടുള്ള വിശദീകരണം തന്നെയാണ് ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്യപ്പെടുക. പൊതുമധ്യത്തിലുള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായും കോടതിയും അത് ശ്രദ്ധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ജയിലിൽ കിടന്നപ്പോഴും അവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോഴും അതിലൊരു നാടകീയത ബോബി ചെമ്മണ്ണൂരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. ജയിലിൽ കിടക്കുന്ന ആളുകൾക്ക്, സാധാരണക്കാരായ കുറ്റവാളികൾക്ക് വേണ്ടി താൻ പ്രവർത്തിക്കുന്നു എന്നുള്ളൊരു ഇമേജിലേക്ക് കൊണ്ടുവരാനാണ് ബോബി ചെമ്മണ്ണൂർ ശ്രമിച്ചത് എന്നുള്ളത് നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലൂടെ വ്യക്തമാണ്. ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച അടക്കമുള്ള ആളുകൾക്ക് വേണ്ടി, അങ്ങനെ കേസിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടിയൊക്കെയാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നതെന്നാണ് പറയുന്നത്. എന്തായാലും കാത്തിരിപ്പിനൊടുവിൽ ബോബി ജയിൽ മോചിതനായിരിക്കുന്നു.